തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞതോടെ 36 മണിക്കൂർ നീണ്ട പൂരാവേശം കുട്ടിക്കലാശിച്ചു. കനത്ത ചൂടിനെ വകവയ്ക്കാതെ ഇന്നും പൂരപ്രേമികൾ പകൽപൂരം കാണാനെത്തി. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17 നടക്കും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, സദ്യ കഴിഞ്ഞാൽ ഇത്തിരി മധുരം എന്നതുപോലെയാണ് തൃശൂർക്കാർക്ക് പകൽപൂരം. ആ ഉപചാരം ചൊല്ലിപ്പിരിയലിന്റെ മധുരം കൂടി മനസ്സിൽ സൂക്ഷിച്ചാണ് അടുത്ത പൂരക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഉറപ്പായും മാധു, പൂരദിനം പോലെ തന്നെ പകൽപൂരത്തിനും ആയിരക്കണക്കിന് പേരാണ് തെക്കിൻകാട് മൈതാനത്തേക്കും വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്കും എത്തിയത്. രാവിലെ മുതൽ തന്നെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടി ആയിരങ്ങൾ ഒത്തുകൂടുകയും ചെയ്തു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ പുറത്തേറി തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവിന് വേണ്ടി എറണാകുളം ശിവകുമാറുമാണ് ഇന്ന് തിടമ്പേറ്റിയത്. തുടർന്ന് പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തേക്ക് കൊട്ടിക്കയറുകയായിരുന്നു. അതിനുശേഷം ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിച്ച ഭഗവതിമാർ അതിനുശേഷം ശ്രീമൂലസ്ഥാനത്ത് വെച്ച് ഉപചാരം ചൊല്ലി പിരിയുകയാണ് ചെയ്തത്. ഇനി അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും യാത്ര പറഞ്ഞ രണ്ടു ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുമ്പോൾ അവസാനിക്കുന്നത് 3 ദിവസത്തെ ഏതാണ്ട് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരാവേശത്തിനാണ്. അടുത്ത വർഷത്തെ പൂരത്തിൻ്റെ തീയതിയും ഇവിടെ കുറിക്കുകയാണ്. ഏപ്രിൽ 17, അതായത് അടുത്ത വർഷം ഏപ്രിൽ 17 മേടം 2-നാണ് അടുത്ത വർഷത്തെ പൂരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൂരം സമാപിക്കുന്നത്. സ്വാഭാവികമായും സാധാരണ വെടിക്കെട്ട് ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടുകൂടി പൂരം പൂർണ്ണമായും അവസാനിക്കുകയാണ്. ഇന്ന് രാവിലെയുള്ള പ്രധാന വെടിക്കെട്ടും പകൽപൂരത്തിന് ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട വെടിക്കെട്ടും എല്ലാം തന്നെ ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇതാ 36 മണിക്കൂർ ശേഷം പൂരപ്രേമികൾ സ്വരാജ് റൗണ്ട് വിട്ട് തേക്കിൻകാട് മൈതാനം വിട്ട് മടങ്ങുകയാണ്. അടുത്ത വർഷം ഏപ്രിൽ 17 തൃശൂർ പൂരം. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.